രോഗമുള്ളിടത്ത് നിങ്ങളുടെ കൈകൾ വെക്കുക. ഉദരരോഗമുള്ളവർ ഉദരത്തിൽ കൈവെക്കുക. വിട്ടുമാറാത്ത പ്രഷറുള്ളവർ നെഞ്ചത്ത് കൈവെക്കുക. കണ്ണിന് കാഴ്ചക്കുറവ്, ചെവിക്ക് കേൾവിക്കുറവ്, സ്പോണ്ടിലോസിസിൻ്റെ അസുഖങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസിറ്റ് രോഗങ്ങളുള്ളവരെല്ലാം കഴുത്തിൽ കൈവെക്കുക. ശ്വാസകോശ രോഗികളെ നെഞ്ചിൽ കൈവെക്കുക. കരൾ രോഗികളെ നെഞ്ചിൻ്റെ താഴെ കൈവെക്കുക. ഉദരരോഗികളെ, കിഡ്നി കല്ലുള്ളവരെ നടുവിൽ കൈവെക്കുക. ഉദരരോഗികൾ പൊക്കിലിൻ്റെ അവിടെ കൈവെക്കുക. എന്ന് പറയുക, യേശു കർത്താവാണെന്ന് ഞാൻ അധരം കൊണ്ട് ഏറ്റുപറയുന്നു. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിലെ വിശ്വസിക്കുന്നു. കർത്താവേ, റോമാ 10:9 അടിയൻ പ്രാർത്ഥിക്കുന്നു. നീയാണ് കർത്താവ്, നീയാണ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ. കർത്താവേ, 1 കൊരിന്ത്യസ് 15:26 അടിയൻ പ്രാർത്ഥിക്കുന്നു. ദൈവം സമസ്തവും എന്റെ രോഗങ്ങള്, കടങ്ങള്, പീഡകള്, വ്യഥകള്, വ്യാധികള്, ദൈവം സമസ്തവും അങ്ങയുടെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. കർത്താവേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുമ്പോഴേ, നിന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോഴേ, എന്റെ വിശ്വാസത്താൽ ഞാനും സമസ്തവും എന്റെ പാദത്തിന്റെ കീഴിലാക്കിക്കൊണ്ട് നിന്റെ നാഥനും രക്ഷകനും ഏറ്റുപറയുമ്പോഴേ, യേശുവിന്റെ നാമത്തിലെ, നിന്റെ നാമത്തിലെ മാരകവേദികളും തീരാവ്യഥകളും യേശുവിന്റെ നാമത്തിലെ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. നന്ദി പറയുന്നു. സ്നേഹത്തിലൊന്നായി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, മക്കൾ ഇല്ലാത്തവരെ, വിദ്യാഭ്യാസ മേഖലകളിലെ പലതരത്തിലുള്ള പ്രയാസങ്ങളും തടസ്സങ്ങളും അനുഭവിക്കുന്നവരെ അമ്മേ, പരിശുദ്ധ അമ്മേ, മാതാവേ, ഈ നിമിഷം അവർക്കെല്ലാം മാധ്യസ്ഥം വഹിക്കണമേ. കടങ്ങള്, ജപ്തി നടപടികള്, പലതരത്തിലുള്ള വഴക്കുകള്, ഭിന്നതകള്, കേസുകള് ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ യേശുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്ന ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ഉടമ്പടി വിഷയങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംഖ്യ 14:24 അവന്റെ സന്തതികൾ അത് കൈവശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. പണ്ട് മോസസ് പറഞ്ഞില്ലേ കർത്താവിനോട്, ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ, 33:16 പുറപ്പാട് പുസ്തകം 33:16 എന്ന് പറഞ്ഞ് അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഭൂമുഖത്തുള്ള സകല മനുഷ്യരെക്കാളും ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. അത് തന്നെയല്ല മോസസ് ഇപ്പോഴ് കലേബിനെ കുറിച്ച് പറയണത്.
മറ്റേ ആരെയും അന്ന് ഉറ്റുനോക്കാൻ പോയപ്പോഴേ വെറസലിൽ വീണ ആൾക്കാരെ ആർക്കും അവകാശം കൊടുത്തില്ല. സ്വന്തം മെരിറ്റിൽ ആശ്രയിച്ചവർക്ക് അവകാശമില്ല. ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്താണ്? അവർക്ക് അവകാശമില്ല. കലേബ് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി. ദൈവം ഏൽപ്പിച്ചു തരാൻ പോകുന്ന ജനതയെ കണ്ടപ്പോൾ വിറച്ച് അവരെ കീഴടക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അവിശ്വസിച്ചവർക്ക് അവകാശമില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച കലേബ്, the spirit that led Caleb was different. അവനെ നയിച്ച ആത്മാവ് വ്യത്യസ്തമായിരുന്നു. അതാണ് മോശസ് പറയണത്. അങ്ങ് ഞങ്ങളെ കൂടെ വന്നാൽ. അപ്പം എന്താ സംഭവിച്ചത്? ഒറ്റുനോക്കാൻ പോയപ്പോഴേ എങ്ങനെയാണ് കാനാൻ ദേശം ഏൽപ്പിച്ചു കൊടുത്തത്? വാഗ്ദാനങ്ങൾ വിശ്വസ്തനായവൻ വാക്ക് പാലിച്ചതാണ്. അവൻ അവരുടെ കൂടെ പോയതാണ്. എൻ്റെ ദൈവമേതല്ലേ, അവൻ്റെ വാഗ്ദാനങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. നിന്റെ ഉടമ്പടി ചെയ്യുമ്പോൾ അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ദ പ്രസൻസ് ഓഫ് ഗാഡ്. കർത്താവ് നിന്റെ കൂടെ വരും. കൈയിടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത്
കൃപാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളുടെ കുടുംബത്തെയും പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻ മുഖമിൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻ മുഖമിൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതൊരു ഉടമ്പടി സാക്ഷരതാ ധ്യാനമാണ്. ഉടമ്പടി എടുത്തിട്ടുള്ള ആയിരക്കണക്കിന് മനുഷ്യർക്ക്, സഹോദരങ്ങൾക്ക്, അതുപോലെ ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ധ്യാനത്തിലേക്ക് ഓൺലൈനായി കൂടുന്ന സഹോദരങ്ങൾക്കും ഉടമ്പടിയിലൂടെ എത്ര നയചാതുര്യത്തോടുകൂടിയാണ് ദൈവസാന്നിധ്യത്തിൻ്റെ സംലഭ്യത നമ്മുടെ നിലപാട് കൊണ്ട്, നയങ്ങൾ കൊണ്ട്, സമീപനങ്ങൾ കൊണ്ട് ലഭ്യമാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു നോഹൗ, അതിൻ്റെ ഒരു ജ്ഞാനസൂത്രമാണ് പലപ്പോഴും ഉടമ്പടി ധ്യാനത്തിലൂടെ കർത്താവിൻ്റെ കൃപയാൽ കൈമാറപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ഒരു ആധ്യാത്മിക സാങ്കേതികമായിട്ടുള്ള ഒരു സ്പിരിച്വൽ തിയോളജി ആണ്, ആധ്യാത്മിക ശാസ്ത്രമാണ് ഉടമ്പടിയിലെ നമ്മൾ ധ്യാനത്തിന് വിഷയമാക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഉടമ്പടിയിലെ വിഷയങ്ങൾ നമുക്ക് സമയബന്ധിതമായിട്ട് അതിന് സാക്ഷികളായി, അത് നേടി സാക്ഷികളായി മാറാൻ പറ്റും. അതാണ് ഉടമ്പടി ധ്യാനം അന്വേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ ധ്യാനത്തില് ഞങ്ങൾ എപ്പോഴും കൂടിയാലും പങ്കെടുത്താലും ധ്യാനത്തിന്റെ അന്തർധാരകളെ അഭിഷേകമായി അറിയുവാനുള്ള കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കൊളോസ്യ 2:2 ലേഖനമനുസരിച്ച് കർത്താവേ, ക്രിസ്തുവാകുന്ന രഹസ്യത്തെ ഞങ്ങൾക്ക് ലളിതമായി ആത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. ഞങ്ങളെ ക്രിസ്തുവിലെ പ്രബുദ്ധരാക്കി മാറ്റണമേ. അപ്പോസ്തലന്മാരെ പോലെ ലഭ്യമായ കാലങ്ങളിലെ യേശുവിനെ ഏറ്റുപറയാനുള്ള പ്രത്യേക കൃപയാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. സ്തുതിക്കട്ടെ. ഞങ്ങളോട് വസിക്കുന്ന ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ.
യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ആരാധന പാടും മാലാഖമാരുപ്പം ജീവന്റെ തിരുഭോജ്യമേ. തിരുവത്താഴ മേശയിലെ സമ്മാനമേ, തിരുവത്താഴ മേശയിലെ സമ്മാനമേ. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. കാരണം എല്ലാ കുട്ടികൾക്കും എപ്പോഴും ഒരേ ബുദ്ധിയൊന്നും ദൈവം കൊടുക്കില്ലല്ലോ. ഞാൻ സപ്പോർട്ട് ചെയ്തു, സാരില്ല മോളെ, നീ കഷ്ടപ്പെടാണ്ടല്ലോ, കഷ്ടപ്പെടുന്നില്ലേ എന്ന് പറഞ്ഞു. 3ാമത്തെ സെമസ്റ്റർ എക്സാം എഴുതിയതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. 3ാമത്തെ സെമസ്റ്റർ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മോൾക്ക് 3rd റാങ്കാണ്. 4th സെമ്മിൻ്റെ റിസൾട്ട് വന്നത് 2nd റാങ്ക്. ഇനി നമുക്ക് 2 സെമ്മിൻ്റെയും ഒരു എക്സാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. 6th സെമ്മിൻ്റെ 5th സെമ്മിൻ്റെ റിസൾട്ട് വരാനുണ്ട്. ഇതാണ് എൻ്റെ മോൾക്ക് സംഭവിച്ചത്. പിന്നെ അടുത്തത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം. നിയോഗത്തിലൊന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ പ്രാർത്ഥിക്കുമായിരുന്നു. പുള്ളിക്കാരൻ ഒരു 35 വർഷമായിട്ട് ഹാൻഡ്സ് യൂസ് ചെയ്യുമായിരുന്നു. ഞങ്ങളെല്ലാവരും പറഞ്ഞതാണ് വേണ്ട നിർത്ത് പറഞ്ഞാൽ നിർത്തത്തില്ലായിരുന്നു. ആൾ കണ്ടിന്യൂസ് അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. മോനൊക്കെ കുറേ പറഞ്ഞതാ വേണ്ടച്ചാ നിർത്തുമെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. എല്ലാ മാസവും ആൾ എന്നെ ഇവിടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരും. ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, മാതാവിനോടൊന്ന് പ്രാർത്ഥിക്കുമോ, നിർത്താണ്ട, പക്ഷേ ഒരു സഹനം തരാൻ പ്രാർത്ഥിച്ചാൽ മതി, നിർത്തണമെന്ന് ഞാൻ പറയണില്ല. കാരണം ഇത്രയും നാൾ യൂസ് ചെയ്ത ആൾ അത് പെട്ടെന്ന് നിർത്തുകയെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു നിർത്താൻ ഞാൻ പറയണില്ല, ഞാനൊന്ന് പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ ഞാൻ ചോദിച്ചു പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു, ഞാനത് നിർത്തി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് നിർത്തി എന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളോട് കളി പറയണ പോലെ മാതാവിനോട് കളിക്കല്ലേ എന്ന് പറയുകയും ചെയ്തു. പിന്നെ ഈ നിമിഷം വരെ ആളത് യൂസ് ചെയ്തിട്ടില്ല. ഇപ്പം 5 മാസം കഴിഞ്ഞു. ആൾക്കിപ്പോൾ അത് വേണ്ട, ഇനി അത് ഞാൻ ഉപയോഗിക്കില്ല എന്ന് ആൾ ഉറപ്പിച്ചു പറഞ്ഞു. പിന്നെ ഞാനൊരു ബ്യൂട്ടി പാർലർ നടത്തുവാണ്. അപ്പം 20 വർഷമായി ഞാൻ പാർലർ നടത്തുന്നുണ്ട്. അപ്പം വർക്കുകളൊക്കെ ഇങ്ങനെ ഞാൻ ഒരു കോളേജിൻ്റെ പരിസരത്തായതുകൊണ്ട് നമ്മൾ ഇപ്പോഴും പഴയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി വർക്ക് ഇനി പോകുമോ എന്നുള്ളൊരു ടെൻഷൻ, എങ്ങനെ ഇത് കൂട്ടാൻ പറ്റുക എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വർക്കൊന്ന് കൂട്ടി തന്നെ മാതാവേന്ന്. പക്ഷെ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞങ്ങളുടെ ബിൽഡിംഗ് ഓണർ വന്നിട്ട് എന്നോട് പറഞ്ഞു അപ്പുറത്തെ റൂം ഒഴിഞ്ഞിട്ടുണ്ട്, നിഷി വേണേ അത് എടുത്തോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ റൂം എടുത്ത് ഇപ്പോഴത്തെ പുതിയ കാര്യങ്ങൾ തുടക്കം വിടാൻ പോവുകയാണ് ഞാൻ ഈ ശനിയാഴ്ച. എനിക്കറിയില്ല ഞാനത് എങ്ങനെയാണ് നടത്തുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാ കാര്യങ്ങൾക്കും മാതാവ് ഇതുവരെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഞാൻ പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. നമ്മളുടെ അവിടെ ഒരു കരുണാലയം എന്ന് പറഞ്ഞിട്ടൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ കിടപ്പ് രോഗികളാണ്. അപ്പോൾ അവിടെ ഇടയ്ക്ക് പോകുകയും അവരുടെ അടുത്ത് കുറച്ച് നേരം ചെന്നിരിക്കുകയും അവർക്ക് ഫുഡ് കൊടുക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. ഇതാണ് എനിക്കുണ്ടായിരുന്ന അനുഭവ സാക്ഷ്യം. മേരി ഷെർലി, ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഒക്ടോബർ 2019
ഒക്ടോബർ 3 വന്ന് ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ നിയോഗം ഞാനിവിടെ 2020 വരെ ഞാനിവിടെ വന്ന്, പിന്നെ കൊറോണ ആയിരുന്നു, പിന്നെ എനിക്ക് വരാൻ പറ്റിയില്ല. ഞാനപ്പോൾ ഇവിടെ 2022 മാർച്ച് 10 വന്ന് ഉടമ്പടി വീണ്ടും പുതുക്കി. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ പറമ്പ് ഞങ്ങൾക്ക് 22 വർഷമായി ഞങ്ങളുടെ പേരിൽ പറമ്പ് മേടിച്ചു. പക്ഷേ ഞങ്ങളുടെ പേരിലല്ലായിരുന്നു. ആ പറമ്പ് വേറെ ഒരു വ്യക്തിയുടെ പേരിലായിരുന്നു. ആ പറമ്പ് ഞങ്ങളുടെ വിൽക്കണമെന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അത് ഞങ്ങളുടെ പേരിലല്ല എന്നുള്ളത് അറിഞ്ഞത്. അപ്പോൾ ആ പറമ്പ് ഞങ്ങൾ വിൽക്കാനായിട്ട് പറഞ്ഞപ്പോഴത്തേനും ഒരു വ്യക്തിയുടെ കയ്യിലായിരുന്നു ആ പറമ്പ്. ആ വ്യക്തി ഒരു 5-8 കൊല്ലം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി കഴിഞ്ഞിട്ട് ആ പറമ്പ് ഞങ്ങളുടെ പേരിലാക്കണമെന്ന് ആ വ്യക്തിയുടെ ആങ്ങളയോട് പറഞ്ഞപ്പോൾ ആങ്ങള പറഞ്ഞു അത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. പക്ഷേ വില്ലേജിലും എല്ലായിടത്തും ചെന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ പറമ്പ് ഞങ്ങളുടെ പേരിലാക്കാൻ വേണ്ടി. ഞാനപ്പോൾ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രങ്ങൾ മേടിച്ച്, കൂടുതൽ പത്രങ്ങൾ മേടിക്കും, എല്ലാ ഭവനങ്ങളിലും എല്ലായിടത്തും കൊണ്ടു കൊടുക്കും. പിന്നെ ഞാൻ എല്ലാ രോഗികളെയും സന്ദർശിക്കും, ആസ്പത്രികൾ പോകും, ആ രോഗികൾക്ക് വേണ്ടതെല്ലാം കൊടുക്കും ഞാൻ. പിന്നെ വസ്ത്രങ്ങളില്ലാത്തവർക്ക് വസ്ത്രങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ ഞാൻ എല്ലാം ചെയ്തു. അപ്പോൾ ഇവിടെ ഉടമ്പടി പുതുക്കാൻ കഴിഞ്ഞ മാസം മാർച്ച് 17 ഞാൻ വരേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ എന്നെ തന്നെ വിശദീകരിച്ച് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി 17 പുതുക്കി വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് ദേ പറമ്പ് നമ്മളുടെ പേരിലേക്ക് അവർ 20 മാർച്ച് 20 ആക്കി തരാമെന്ന് പറഞ്ഞേക്കുന്നു. അതിൻ്റെ പത്രം ഞാനിവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ നിയോഗം ഞാൻ വെച്ചത് എൻ്റെ മോള് UK പോകണമെന്നായിരുന്നു. UK പോകാനായിട്ട് അവൾക്ക് എല്ലാ നിയോഗത്തിൽ വെച്ചിരുന്നു. അപ്പോൾ അവളുടെ വിസയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തോളാൻ പറഞ്ഞു ഞാൻ. അവൾക്ക് ആ വിസയുടെയും ഓഫർ ലെറ്റർ വന്ന് വിസയും വന്നു. പക്ഷേ മരുമകന് വിസ വന്നിട്ടുണ്ടായില്ല. മരുമകനും മകളും കൂടി ഒന്നിച്ചു പോകാനാണ് തീരുമാനിച്ചത്. മരുമകന് വിസ വരാണ്ടിരുന്നപ്പോൾ ഞാൻ കൂടുതൽ പത്രങ്ങൾ മേടിക്കാനും കൂടുതൽ രോഗികളെ കാണാനും തുടങ്ങി. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു, പത്രവും മേടിച്ച് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ കുറച്ച് ദിവസം ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ മകനും വിസ വന്ന് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും, അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ 2 പേരെയും കൂടെയും കൊണ്ട് അമ്മ UK കൊണ്ടേ ആക്കി കൊടുക്കണം, അല്ലാണ്ട് ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ടാക്കാൻ പാടില്ല കേട്ടോ അമ്മേ എന്ന് പറഞ്ഞു. അതുപോലെ 2 പേര് ജനുവരി 17 2 പേരെയും അമ്മ UK കൊണ്ടാക്കി കൊടുത്ത്. അപ്പോൾ മകന് ജോലി ഒന്നും ശരിയായിട്ടുണ്ടായില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ അവർ ജീവിത മാർഗം തേടിയാണ് അവിടെ UK പോയേക്കണത്. ആ മകന് നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണം അമ്മേ. അമ്മയുടെ നടയിൽ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് കണ്ണീരോടെ പോയതാണ്. അപ്പോൾ ആ മകന് കഴിഞ്ഞ മാസം നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടി. ആ മകൻ അവിടെ ജോലി ചെയ്യുന്നു, മകൾ അവിടെ പഠിക്കുകയും ചെയ്യുന്നു. മൂന്നാമത് ഞാൻ വെച്ചത് എൻ്റെ മൂത്ത മരുമകനെ ബോട്ടിൻ്റെ ഓർഡർ പിടിക്കലായിരുന്നു. ആ ഓർഡർ പിടിക്കാനായിട്ട് അവന് ഓർഡറുകളൊന്നും കിട്ടുന്നുണ്ടായില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ 3ാമത്തെ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചേക്കുന്നത് എൻ്റെ മൂത്ത മരുമോനെ ബോട്ടിൻ്റെ ഓർഡറുകൾ പിടിച്ച് കിട്ടണം. അതിനുവേണ്ടി ഞാൻ ഒരു 8 ബോട്ടിൻ്റെ ഓർഡർ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ മാതാവേ. അമ്മയുടെ ഇഷ്ടം കൂട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് എനിക്ക് തരണം. അമ്മ അല്ലാണ്ട് എനിക്ക് വേറെ ആരുമില്ല ഇത് ചെയ്തു തരാൻ. അപ്പോൾ തന്നെ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ മകന് 8 ബോട്ടിൻ്റെ ഓർഡറും കൂടെ ഒന്നിച്ച് വന്ന് അവന് കിട്ടി. പിന്നെ ഞാൻ നവംബർ 4 ഞാനിവിടെ വരേണ്ടതായിരുന്നു പത്രം വാങ്ങാനായിട്ട്. എല്ലാ മാസവും ഞാൻ വന്ന് പത്രം വാങ്ങുന്നതായിരുന്നു.
പക്ഷേ എനിക്ക് നവംബർ 3-ാം തീയതി ഞാൻ അരി വെന്ത് കഞ്ഞി ഇറക്കുകയല്ല, അങ്ങനെ തന്നെ ആ കഞ്ഞിക്കലം എൻ്റെ കൈമേൽക്ക് വീണ് ആകനെ പൊള്ളി, കൈ ആകനെ വീർത്ത്. അപ്പം ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ചെന്നുണ്ട് മാതാവിനെ കാണിച്ചിട്ട് പറഞ്ഞ് ആകനെ കൈ വീർത്ത് തൊലിയൊക്കെ പോയിരുന്നു. അപ്പോൾ വെള്ളപ്പാണ്ട് പോലെയായിരുന്നു എൻ്റെ കൈ. അപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ കൈ കണ്ട മാതാവേ, എൻ്റെ കൈ പഴയ കൂട്ട് തന്നെ എനിക്കാക്കി ഇത് തരണം മാതാവേ. 15 ദിവസം കൊണ്ട് എൻ്റെ മാതാവ് എൻ്റെ കൈ ഇങ്ങനെ പഴയതുപോലെ ഒരു അടയാളം പോലും ഇല്ലാണ്ട് പഴയതുകൂട്ട് ആക്കി തന്ന്. ഇത്രയും വലിയ അനുഗ്രഹം തേടിത്തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി.